ഓക്കെ, നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാമല്ലോ ഇന്റഗ്രേഷന്റെ കുറെ ഇക്വേഷൻസ് ഉണ്ടെന്ന്. നമ്മുടെ സ്കൂളിലൊക്കെ വരുമ്പോൾ എന്താ പഠിച്ചു വെക്കുന്ന കുറെ സാധനം. അതായത് 1ന്റെ ഇന്റഗ്രേഷൻ എന്താന്ന് ചോദിച്ചാല്, അല്ലെ 1 dxന്റെ ഇന്റഗ്രേഷൻ എന്താന്ന് ചോദിച്ചാല് നമ്മൾ പറയും എക്സ്. അല്ലെങ്കിൽ x/dxന്റെ ഇന്റഗ്രേഷൻ എന്താന്ന് ചോദിച്ചാല് നമ്മൾ പറയും x²/2 അല്ലെ. അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. വിഷ്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ, പഠിക്കത്തക്ക രീതിയല്ല. ഓക്കെ, ഇനി ഇന്റഗ്രേഷന് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആപ്ലിക്കേഷൻ എന്താ? നമ്മൾ ഏരിയ കണ്ടുപിടിച്ചല്ലേ. സോ ഇന്റഗ്രേഷന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷനുകളിലൊന്ന് ഏരിയ അണ്ടർ ദ കർവ്. അതായത് ഒരു ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്റഗ്രേഷൻ വരുമ്പം രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഉണ്ട്. ഡെഫിനിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു റേഞ്ച് അറിയാം. ഇൻഡെഫിനിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ റേഞ്ച് ഇല്ല. ഓക്കെ, അതെന്താന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. ഇപ്പൊ ഒന്നും ആലോചിച്ച് തല വഹിക്കണ്ട. ജസ്റ്റ് ഞാൻ എങ്ങനെ ഇക്വേഷൻസ് വന്നു എന്ന് കാണിച്ചു തരാം. ഫസ്റ്റിലത്തെ സാധനം തന്നെ. ഓക്കെ, f(x) = 1 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഇത് കണ്ടുപിടിക്കാൻ, ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ f(x)=1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? y=1. ഈ y=1നെ ഒരു ഗ്രാഫിൽ വരച്ച് എങ്ങനെ ഇരിക്കും? ഈ കാണുന്ന ഒരു റെഡ് ലൈൻ കണ്ടോ? റെഡ് ലൈൻ. നമുക്ക് ആക്ച്വലി ഇന്റഗ്രേഷൻ നമ്മൾ പറഞ്ഞ എന്താ? ഏരിയ അണ്ടർ ദ കർവ്. നമ്മളപ്പോ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ y=1 എന്ന് പറഞ്ഞ ലൈനിന്റെ അടിയിലുള്ള ഏരിയ. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ ലോവർ ലിമിറ്റ് ആരാന്നറിയാം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് x=0 കണ്ടോ? ഓക്കെ, x=0. ഒരിക്കലും x= എവിടം വരെയാ നമ്മളോട് പറയുന്നില്ല. എക്സ് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. മനസ്സിലായി? അതായത് ഈ ലൈൻ എത്രത്തോളം വരയ്ക്കാൻ പറ്റും? y=1 എന്ന് പറഞ്ഞാൽ ആ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അത് മനസ്സിലായില്ലേ? അപ്പം എക്സ് 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് അങ്ങ് ഇൻഫിനിറ്റി വരെ പൊക്കൊണ്ടിരിക്കുക. ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ല. അതായത് ഒരു വാല്യൂവിന്റെ അകത്തല്ല. ഇപ്പൊ ഞാൻ പറയുക y=1, x=0 to 10 എന്നാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം x 0 തൊട്ട് 10 വരെയുള്ള പോയിന്റിൽ സപ്പോസ് ഇതാ 10 എങ്കിൽ ഇത്രയും ഭാഗത്തുള്ള ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇതല്ലല്ലോ. ഇത് 0 സ്റ്റാർട്ട് ആയി ഇൻഫിനിറ്റി വരെ പൊക്കൊണ്ടിരിക്കുകയല്ലേ. മറ്റേതിന് ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ തൊട്ട് മുമ്പേ വന്നത് 10 വരെ. സോ അതാണ് ഫൈനൈറ്റ് ഇന്റഗ്രൽ. മനസ്സിലായോ? ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ട് ഉണ്ട് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്. ഓക്കെ, ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? നമുക്ക് ഇൻഫൈനൈറ്റ് പീസുകളാക്കി മുറിച്ചിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഇതിനെ എത്രത്തോളം മുറിക്കാൻ പറ്റുമോ അത്രത്തോളം മുറിച്ചു നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു 100 പീസാക്കി മുറിക്കുന്നു. കണ്ടാ 100 തോന്നുന്നില്ലേലും ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 100 തോന്നുമായിരിക്കും. 100 വെക്കട്ടെ, നമ്മൾ 100 പീസായിട്ട് മുറിച്ച്. അപ്പം നമുക്ക് തൽക്കാലം എന്താ, ഇവിടെ ഒരു ബൗണ്ട് ഉണ്ടെന്ന് പറയാം. അതായത് 0 തൊട്ട് b വരെയുള്ള കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 0 തൊട്ട് b വരെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 0 തൊട്ട് b വരെ. അപ്പൊ ഈ താഴത്തെ ലെങ്ത് എന്തോന്നോ? b എന്നോ x എന്നോ എന്ന ലെങ്ത്. ഓക്കെ, ഇനി ഈ നമ്മള് 100 പീസാക്കി മുറിച്ചല്ലോ. അപ്പം ഈ ഓരോ പീസിന്റെ വിഡ്ത്ത് എന്തോന്നായിരിക്കും? അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന b, നമ്മൾ അതിനെ n പീസായിട്ട് മുറിച്ചാൽ ഓരോ പീസിന്റെ ലെങ്ത് എന്തോന്നായിരിക്കും? b/n. എങ്ങനെ വന്നത് മനസ്സിലായല്ലോ? സിമ്പിൾ ലോജിക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏത് ഓരോ റെക്ടാങ്കിൾ? ഇതാ ഈ കാണുന്ന ഈ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അതായത് ഈ കാണുന്ന ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഓരോ റെക്ടാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താ? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y=1. വിഡ്ത്ത് എന്തോന്നാ? b/n. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലെ വിഷ്വലി തന്നെ കണ്ണു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ ഓരോന്നിന്റെ ഏരിയ എന്തോന്നോ? ഓരോന്നിന്റെ ഏരിയ എന്തോന്നോ? കണ്ടോ നോക്ക്. ഏരിയ എന്ന് പറഞ്ഞാൽ b/n × 1. കാരണം ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1, ലെങ്ത് എന്ന് പറഞ്ഞാൽ b/n. അപ്പൊ b/n. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? ഇവിടെ കാണുന്ന ഈ ഓരോ റെക്ടാങ്കിളിന്റെ കൊച്ചു കൊച്ചു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ b/n. അപ്പൊ ഈ കാണുന്ന മൊത്ത റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ഈ കാണുന്ന മൊത്ത ചെറിയ റെക്ടാങ്കിൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ഏരിയ അല്ലേ? അതായത് ഈ കാണുന്ന മൊത്ത റെക്ടാങ്കിളിന്റെ
ഏരിയ എന്തോന്നാന്ന് ചോദിച്ചാൽ ഈ കാണുന്ന കൊച്ചു കൊച്ചു ട്രയാങ്കിളുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആണ്ടേ ബി ഡിവൈഡ് ബൈ എൻ പ്ലസ് പി ഡിവൈഡ് ബൈ എൻ പ്ലസ് പി. അങ്ങനെ എത്ര വട്ടം ആഡ് ചെയ്യണം? n ടൈംസ്. കാരണം നമ്മൾ ഇവിടെ എത്ര n ടൈംസ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ 100ആ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 100 അല്ല, എത്രത്തോളം മുറിക്കുക അത്രത്തോളം ആക്യുറേറ്റ്. അപ്പൊ സപ്പോസ് n ടൈംസ് മുറിച്ചെന്നാലും ചിന്തിച്ചാൽ മതി. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തോന്നോ, ഈ കാണുന്ന എല്ലാ റെക്ടാങ്കിളുകളെ ആഡ് ചെയ്യണം. നമ്മുടെ കയ്യിൽ എത്ര റെക്ടാങ്കിളുകൾ ഉണ്ട്? n റെക്ടാങ്കിൾ. അപ്പൊ ഈ ബി ഡിവൈഡ് ബൈ എന്നിനെ n പ്രാവശ്യം ആഡ് ചെയ്യണം. ഓക്കെ, അതായത് n ഇൻറ്റു ബി എൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതും കട്ടും. പിന്നെ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ഓക്കെ, നമ്മളിപ്പോ ഈ ബി എന്താ ഇവിടെ? ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ് വാല്യൂ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? എക്സ് വാല്യൂ തന്നെ ആക്ച്വലി, അല്ലേ? കണ്ടുപിടിച്ചു, സിമ്പിൾ. അതായത് ഇന്റഗ്രൽ ഓഫ് 1dx ഈക്വൽ ടു എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ടോട്ടൽ ഏരിയ എന്തോന്നാ? ബി ആ. ഇവിടുത്തെ ബി വാല്യൂ എന്തോന്നാ? എക്സ് തന്നെ. സോ നമ്മൾ കണ്ടുപിടിച്ചു. വി സക്സീഡഡ്. അപ്പൊ ഇവിടെ കുറെ പേർക്കും തോന്നുന്ന സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ കാണുന്ന ഡി എക്സ്, അതുപോലെ തന്നെ എന്താണ് ഈ കാണുന്ന 0b സിമ്പിൾ എന്താന്ന് പറഞ്ഞു തരാം. വലിയ കാര്യമൊന്നുമില്ല. അതായത് ഈ ഡി എക്സ് എന്താന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ ഈ തൊട്ട് മുമ്പേ വന്ന നമ്മുടെ ഡെൽറ്റ എക്സ് തന്നെ. മനസ്സിലായ? അതായത് ഈ കാണുന്ന ചെറിയ വിഡ്ത്ത്, ഓക്കെ, ഈ കാണുന്ന ചെറിയ എക്സ് വാല്യൂ അതാണ് ഈ ഡി എക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും എങ്ങനെ ഈ സിമ്പിൾ ഇവിടെ വന്നു? എടീ, അത് സിമ്പിളാ. ഈ കാണുന്ന സിമ്പിൾ ഇല്ലേ, ഇതാണ് ഇന്റഗ്രേഷന്റെ സിമ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ വലിയ രസ. നിങ്ങളുടെ സൂക്ഷിച്ച് നോക്കണ്ട, വലിയ രസ. നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരുന്നത് എന്താ? ഈ ഒരുപാട് കൊച്ചു കൊച്ചു റെക്ടാങ്കിളുകളെ സമ്മപ്പ് ചെയ്ത് വലിയ റെക്ടാങ്കിൾ ഉണ്ടാക്കി. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുക വലിയൊരു എസ്. കണ്ടോ? അതാണ് ഇന്റഗ്രലിന്റെ സിമ്പിൾ. നമ്മൾ എന്താ ഇന്റഗ്രേറ്റ് ചെയ്തോണ്ടിരുന്നത്? ഒരുപാട് കൊച്ചു കൊച്ചു എന്ത് റെക്ടാങ്കിളുകൾ. അതായത് ഈ കാണുന്ന ഓരോരോ റെക്ടാങ്കിളുകൾ, ഈ കാണുന്ന ഓരോരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് എന്തോന്നാ? ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ കാണുന്ന ഡെൽറ്റ എക്സ്. ബ്രെഡ്ത്ത് എന്തോന്നാ? y ഈക്വൽ ടു 1. സോ അപ്പൊ ഇതിന്റെ ഏരിയ എന്താ? 1 ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അത് തന്നെ ഈ കാണുന്നത് കണ്ടേ, 1 ഇൻറ്റു ഡി എക്സ്. ഈ കാണുന്ന ഇന്റഗ്രൽ സിമ്പിൾ. അതായത് നമ്മളിവിടെ ബേസിക്കലി എന്താ ഈ സിമ്പിൾ കൊണ്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 1 ഇൻറ്റു ഡി എക്സ് ഉള്ള കൊച്ചു റെക്ടാങ്കിളുകളെ നമ്മൾ സമ്മപ്പ് ചെയ്യുക. അതാ ഈ സിമ്പിൾ കണ്ട. 1 ഇൻറ്റു ഡി എക്സ് ഉള്ള കൊച്ചു റെക്ടാങ്കിളുകളെ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ബേസിക്കലി ഈ ഇക്വേഷൻ. മനസ്സിലായോ? സോ എവിടുന്ന് ഈ ഡെൽറ്റ എക്സ് വന്നാൽ ചോദിക്കില്ലേ. ഇനി ഈ 0യും ബി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബൗണ്ടുകളാണ്. അതായത് നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ എൻഡ് ചെയ്തു. ഓക്കെ, കണ്ട ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ എൻഡ് ചെയ്തു. അത്രേ ഉള്ളു, അതേ ഉള്ളു. ഓക്കെ, ഇത്രയേ ഉള്ളു. ഇനി നമുക്കറിയാവുന്ന അടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ. ഇക്വേഷൻ വൈസ് നമുക്കറിയാം എന്തോന്ന്, എക്സ് സ്ക്വയർ ബൈ 2. അതെങ്ങനെ വന്നെന്ന് അറിയണ്ടേ? ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് ബേസിക്കലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? വൈ ഈക്വൽ ടു എക്സ്. അപ്പൊ വൈ ഈക്വൽ ടു എക്സിന്റെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാ. ഓക്കെ, നമുക്ക് ഇവിടെ തൊട്ട് മുമ്പേ ചെയ്ത അതേ സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതായത് എത്രത്തോളം മുറിക്കാവോ അത്രത്തോളം റെക്റ്റാങ്കിളുകളാക്കി മുറിക്കാം. ഓക്കെ, കണ്ടോ? നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്റഗ്രേഷൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു നമ്മൾ എത്രത്തോളം മുറിക്കുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആവുന്നു. ഓക്കെ, കണ്ടല്ലോ? കണ്ടേ? ഇപ്പൊ ഇവിടെ ചെറിയ ബമ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ മേൽഭാഗത്ത്. പക്ഷെ നമ്മൾ അത്രത്തോളം മുറിക്കുന്നതനുസരിച്ച് കണ്ടേ അവർ അത്രത്തോളം ആക്യുറേറ്റ് ആവും. കണ്ടോ? ആ ബമ്പൊക്കെ കുറഞ്ഞ് കണ്ടോ? അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏരിയ ഉണ്ടത് കറ. ഇവിടെ നമ്മുടെ റേഞ്ച് എന്താ? 0 തൊട്ട് ബി വരെ. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതിനോട്ട് ഓരോ ഈ കാണുന്നത് ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ ഓരോ ചെറിയ റെക്റ്റാങ്കിളുകളുടെ എന്ത് ലെങ്ത് അല്ലെങ്കിൽ ഈ വിഡ്ത്ത് എന്ത് ഡെൽറ്റ എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നത് എന്തോന്നാ? ബി ഡിവൈഡ് ബൈ എൻ. എങ്ങനെ വന്നെന്ന് തൊട്ട് മുമ്പേ വന്നതല്ല, തൊട്ട് മുമ്പേ പറഞ്ഞതാണല്ലോ. അതായത് ഈ കാണുന്ന ഹോൾ ലെങ്ത് ബി ആണെങ്കിൽ ഇതിനെ n ടൈംസ് ആയിട്ട് മുറിച്ചാൽ ഈ കാണുന്ന ഓരോ പീസിന്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡ് ബൈ എൻ. അപ്പൊ ഈ കാണുന്ന ഓരോ ലെങ്തും ബി ഡിവൈഡ് ബൈ എൻ. അപ്പൊ ഈ കാണുന്ന ഓരോ ലെങ്തും എന്തോ ബി ബൈ എൻ ആയല്ലോ. പക്ഷെ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടുത്തെ
ഈ ഓരോന്നിന്റെ ബ്രെഡ്ത്ത് എന്താന്നുള്ളതാണ്. ഓക്കെ, തൊട്ട് മുമ്പേ വന്ന എക്സാമ്പിൾ പോലല്ല. തൊട്ട് മുമ്പേ വന്ന എക്സാമ്പിളിൽ എല്ലാവരുടെയും ബ്രെഡ്ത്ത് സെയിം ആണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ നോക്ക്, ഇവിടെ ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിനെക്കാട്ടിലും കൂടുതലാണ് ഈ റെക്ടാങ്കിളുടെ, അതിനെക്കാട്ടിലും കൂടുതലാണ് ഈ റെക്ടാങ്കിളുടെ, അതിനെക്കാട്ടിലും കൂടുതലാണ് ഈ റെക്ടാങ്കിളുടെ. കാരണം എന്താ, ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുക. അത് ബേസിക്കലി ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി പോകുന്നുണ്ട്. അതായത് ഓരോ ഈ കുഞ്ഞി റെക്ടാങ്കിളുകളുടെയും ബ്രെഡ്ത്ത് അല്ലെ ഹൈറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം എളുപ്പമാണ്. അതായത് ആക്ച്വലി ഈ ഹൈറ്റ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആ y വാല്യൂ അതല്ലേ നമുക്ക് വേണ്ടുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ എക്സ് വാല്യൂ ഉണ്ട് ഓൾറെഡി, അതായത് ഡി എക്സ് വാല്യൂ ഉണ്ട്, ബി ഡിവൈഡ് ബൈ നമുക്കറിയാത്ത y വാല്യൂ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇത് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫാ. ഇത് ബേസിക്കലി അവിടം വരെയുള്ള എക്സ് കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെ y വാല്യൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കും എന്ന് പറയാം. അതായത് ഈ കാണുന്ന ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ, 1 ഇൻറ്റു ഡി എക്സ് അല്ലേ. ഈ 2 എണ്ണം വരെയുള്ളതിന്റെ എക്സ് വാല്യൂ എന്താ, 2 ഇൻറ്റു ഡി എക്സ്. ഈ 3 റെക്ടാങ്കിൾ വരെയുള്ളതിന്റെ വാല്യൂ 3 ഇൻറ്റു ഡി എക്സ്. ഈ 4 വരെയുള്ളതിന്റെ 4 ഇൻറ്റു ഡി എക്സ്. ഈ 5 വരെയുള്ളതിന്റെ 5 ഇൻറ്റു ഡി എക്സ്. 6 വരെയുള്ളതിന്റെ 6 ഇൻറ്റു ഡി എക്സ്. 7 വരെയുള്ളതിന്റെ 7 ഇൻറ്റു ഡി എക്സ്. 8 വരെയുള്ളതിന്റെ 8 ഇൻറ്റു ഡി എക്സ്. സോ എത്രാമത്തെ റെക്ടാങ്കിൾ ആണോ അവിടം വരെയുള്ള എക്സ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ അത്രയും വരെയുള്ള എൻ്റെ നമ്പർ ഇൻറ്റു എക്സ് എടുത്താൽ മതി. അതായത് ഇപ്പൊ എനിക്കിത് ഈ കാണുന്ന ith, സപ്പോസ് ഈ കാണുന്ന ഒരു ith റെക്ടാങ്കിൾ ആണ് നോക്ക്, അതായത് ith റെക്ടാങ്കിൾ ആണെങ്കിൽ അവിടെ വരെയുള്ള എക്സ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ i ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ എക്സ് എന്തോന്നാ, ഈ കാണുന്ന ചെറിയ വിട്ടാൽ എന്തോന്നാ, ബി ഡിവൈഡ് ബൈ എൻ. അപ്പൊ എന്താ, ആക്ച്വലി അവിടെ വരെയുള്ള എക്സ് വാല്യൂ എന്താ, i ഇൻറ്റു ബി ഡിവൈഡ് ബൈ. മനസ്സിലായോ? അവിടെ വരെയുള്ള എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ y വാല്യൂ, കറസ്പോണ്ടിങ് y വാല്യൂ അല്ലേ. അപ്പൊ എന്താണ്, ആ അവിടെ വരെയുള്ള ബ്രെഡ്ത്ത് അല്ലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ i ഇൻറ്റു ബി ഡിവൈഡ് ബൈ. അത് തന്നെ അതാ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡ് ബൈ അവിടെ വരെയുള്ള ഹൈറ്റ് അല്ലെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ i ഇൻറ്റു ബി ഡിവൈഡ് ബൈ. അതെങ്ങനെ വന്നെന്ന് തൊട്ട് മുമ്പേ പറഞ്ഞല്ലോ. നമുക്കറിയാം ഏരിയ എന്തോന്ന്, ഓരോരുത്തരുടെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ബി ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ i ഇൻറ്റു ബി ഡിവൈഡ് ബൈ. അപ്പോൾ ഓരോന്നിന്റെ ഏരിയ എന്തെന്ന് കിട്ടും, i ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഇത്രയും കിട്ടിയേ. അതായത് ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ i ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടുന്നത്, നമുക്ക് ആ കാണുന്ന എല്ലാ റെക്ടാങ്കിളുകളെ സമ്മപ്പ് ചെയ്യണം. അതായത് ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടി തന്നെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ വിഡ്ത്ത്, എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ വരെയുള്ള y വാല്യൂ. അപ്പൊ നമുക്ക് അതാണ് തന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ, ഇന്റഗ്രൽ, അതായത് ഈ കാണുന്ന എല്ലാ കുഞ്ഞ് റെക്ടാങ്കിളുകളെ ആഡ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. വേണ്ടേ, ആഡ് ചെയ്ത് അങ്ങനെ വരും, 1 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് അപ് ടു n ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, മനസ്സിലായേ? ഈ 1 ഇൻറ്റു ഒക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ i ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. അപ്പം i എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്ടാങ്കിൾ ആണെങ്കിൽ i എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. i എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ സെക്കൻഡ് റെക്ടാങ്കിൾ, അപ്പൊ എന്താ 2 ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. അങ്ങനെ നമ്മുടെ എത്ര റെക്ടാങ്കിളുകളുണ്ട്, n റെക്ടാങ്കിൾ ഉണ്ട്. അപ്പൊ n ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം ചെയ്യാം, ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയറിനെ കോമൺ ആയിട്ട് വെളിയെടുക്കുക. പിന്നെ നമുക്ക് എന്ത് കിട്ടും, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ അപ് ടു n. ഈ ഫോർമുല എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതിനെ നമുക്ക് സമ്മപ്പ് ചെയ്ത് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. ഓക്കെ, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിന്റെ ഫോർമുല. അപ്പൊ എന്ത് കിട്ടും, ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. മൊത്തം റീഅറേഞ്ച് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് നമുക്ക് എന്തോന്ന് കിട്ടും, ബി സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, n എത്രത്തോളം, അതായത് എത്രത്തോളം കൊച്ചു റെക്ടാങ്കുലറായിട്ട് നമുക്ക് കട്ട് ചെയ്യാവോ അത്രത്തോളം ആക്യുറേറ്റ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ ആക്ച്വലി വേണ്ടുന്നത് എന്തോന്നാ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആവണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആയ ഈ കാണുന്ന സെക്കൻഡ് 0 ഇപ്പോ. മനസ്സിലായോ? പിന്നെ ആരുണ്ട് ബാക്കി, ബി സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2. അതായത് ബേസിക്കലി ബി സ്ക്വയർ ബൈ 2. നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് വാല്യൂ തന്നെ. ഓക്കെ, ഇത്രയും കാണുന്ന ലെങ്ത് ആണ് ബി.
ബി എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ തന്നെ. അപ്പൊ എന്ത് കിട്ടി? ബി സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു. അതായത് ബേസിക്കലി ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ടു. സിമ്പിൾ. ഇതും കിട്ടി. ഇനി നമുക്കത് അടുത്ത ഫോർമുലയിലോട്ട് വരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കാണാൻ പഠിച്ചാൽ നമുക്കറിയാം. എക്സ് ക്യൂബ് ബൈ 3 എങ്ങനെ വന്നെന്ന് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിച്ച അതേ ഫോർമുല, അതായത് എത്രത്തോളം നമുക്ക് കട്ട് ചെയ്ത് കൊച്ചു റെക്ടാങ്കിളുകളാക്കാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം കട്ട് ചെയ്ത് നമ്മളിവിടെ 100 എടുത്ത്, അതായത് സപ്പോസ് n റെക്ടാങ്കിളുകളാക്കി കട്ട് ചെയ്തു. നമുക്ക് ഓൾറെഡി അറിയാം ഈ കാണുന്ന ഓരോ വിഡ്ത്ത് എന്ന് പറഞ്ഞാലും ഡെൽറ്റ എക്സ് ആയിരിക്കും. ഓരോ ചെറിയ ലെങ്ത്, അതായത് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആയിരിക്കും, അതായത് ബി ഡിവൈഡ് ബൈ, കാരണം 0 തൊട്ട് ബി വരെയാണ്. അപ്പോൾ ബി ഡിവൈഡ് ബൈ. ഇനി ഇവിടുത്തെ ബ്രെഡ്ത്ത് വാല്യൂ, അതായത് ഹൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വൈ വാല്യൂ കണ്ടുപിടിക്കാൻ ട്രിക്കാ. കാരണം എന്താ, വേരി ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്താ, ആ പോയിന്റിലെ വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. കാരണം y ഈക്വൽ ടു എക്സ് സ്ക്വയറാ. അപ്പൊ നമുക്ക് അവിടെ വരെയുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ അവിടെ വരെയുള്ള എക്സിന്റെ വാല്യൂ എന്താ, ഐ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എൻ. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടുന്നത് എന്താ, y ഈക്വൽ ടു എക്സ് സ്ക്വയറാ. നേരത്തെ y ഈക്വൽ ടു എക്സ് ആയിരുന്നു, പക്ഷെ ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയറാ. അപ്പൊ നമുക്ക് ആ കണ്ടുപിടിച്ച എക്സിന്റെ സ്ക്വയർ എടുക്കണം. അതായത് ഐ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എന്നിന്റെ ഹോൾ സ്ക്വയർ, അതായത് ഐ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. മനസ്സിലായണ്ട? ഐ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കറിയാം എന്ത് വേണം, റെക്ടാങ്കിൾ. ഈ കൊച്ചു കൊച്ചു റെക്ടാങ്കിളിന്റെ ഏരിയ ഉണ്ട്. ഏരിയ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് എന്തോന്നാ, ഡെൽറ്റ എക്സ്, അതായത് ബി ഡിവൈഡ് ബൈ എൻ. ബ്രെഡ്ത്ത് എന്തോന്നാ, ഈ കാണുന്ന ഹൈറ്റ് ഐ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. അപ്പൊ ഇതിന്റെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഐ സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ്. ഓക്കെ, ഇത്രയും കിട്ടിയേ. ഇനി എന്ത് ചെയ്യണം, എല്ലാത്തിനെയും സമ്മപ്പ് ചെയ്യണം. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ കാര്യം. അതായത് ഈ കാണുന്ന എല്ലാ റെക്ടാങ്കിളുകളെയും ഇങ്ങനെ സമ്മപ്പ് ചെയ്താലെല്ലാം നമുക്ക് ഈ കാണുന്ന ഹോൾ പാത്തിന്റെ ഏരിയ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, സമ്മപ്പ് ചെയ്തു. സമ്മപ്പ് ചെയ്തപ്പോൾ 1 സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് പ്ലസ് അപ് ടു എൻ സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ്. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ കാര്യം. ഇതിൽ നമുക്ക് ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് കോമൺ എടുക്കാം. പിന്നെ നമുക്ക് എന്ത് കിട്ടും, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സ്ക്വയർ വരെ. ആൻഡ് ഈ കാണുന്നതിനെ കൊളാപ്സ് ചെയ്ത് നമുക്കൊരു ഫോർമുലയിലോട്ട് എത്തിക്കാം. എന്ത്, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഈ ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. അല്ല ഇതെങ്ങനെ വന്നുണ്ടോ നമ്മൾ പിന്നൊരു രീതി പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം, അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ക്യൂബ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 എന്ന് എടുക്കാം. അപ്പൊ നമ്മൾ അതിനെ മൊത്തത്തിൽ എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും, ബി ക്യൂബ് ഇൻറ്റു 1/3 പ്ലസ് 1/2n പ്ലസ് 1/6n സ്ക്വയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ് ആക്യുറേറ്റ് ആവാന്നുള്ളത്. അപ്പൊ എന്തോ ഈ ടേമും 0 ഇപ്പോൾ, ഈ രണ്ട് ടേമും. പിന്നെ ആ പാടെ ആരുണ്ട് ബാക്കി, ബി ക്യൂബ് ഇൻറ്റു 1/3, അതായത് ബി ക്യൂബ് ബൈ 3. ഓക്കെ, ബി ക്യൂബ് ബൈ 3. ബി എന്താണ് ബേസിക്കലി ഇവിടെ ഈ കാണുന്ന എക്സ് വാല്യൂ. അപ്പൊ എന്താണ്, എക്സ് ക്യൂബ് ബൈ 3. സോ ബേസിക്കലി ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3. സിമ്പിൾ. ഇവിടെ ഉണ്ട് ഇന്റഗ്രൽ സിമ്പിളിൻ്റെ അകത്ത് ഈ കാണുന്നത് സിംഗിൾ റെക്ടാങ്കിളിന്റെ ഏരിയ, ഈ കാണുന്ന കൊച്ചു സിംഗിൾ റെക്ടാങ്കിളിന്റെ ഏരിയ. ഇത് ഡി എക്സ്, ഇത് വൈ വാല്യൂ, വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഓക്കെ, അത് തന്നെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്, എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ല. അതായത് ജസ്റ്റ് ഇക്വേഷൻ കാണാൻ പഠിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഇന്റഗ്രൽസ് പഠിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഒരു പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്. മനസ്സിലായ? അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത് ഒരിക്കലും മറക്കല്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞെടുത്ത് നമ്മൾ ഈ ഏരിയ അണ്ടർ ദ കർവും ഈ 3 ഇക്വേഷൻസ് കാണിച്ചാൽ നമ്മളെ സി എ കൺസിഡർ ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി എന്ന, ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന, അതുപോലെ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന. അവിടെ എല്ലാം ഒരു കോൺസ്റ്റന്റ് ഉണ്ട്.
സോ കോൺസ്റ്റന്റ് എങ്ങനെ വന്നെന്നുള്ളത് പറഞ്ഞുതരാം.